സ്വത്രം 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 സ്വത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, അപ്പോൾ തന്നെ പട്മോസ് ഇന്റർനാഷണൽ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മെൽബിൻ വർഗീസിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി, തലമുറയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് കുടുംബമായി ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ഹല്ലേലൂയ മീഡിയയിൽ കടന്നു വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. സാവകാശത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടട്ടെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു ക്രിസ്തു. ഹല്ലേലൂയ എന്ന ഒരു വിഷയമാണ് ഇന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് പാടി ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ലോകത്തിൻ മുഖം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മുഖം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടുതൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, ധീരതയോടുതൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ,
സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൽ ഹാലയിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വം വെളിപ്പെട്ടു വരുവാൻ, ദൈവസ്നേഹം വെളിപ്പെട്ടു വരുവാൻ ഇന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുക്രിസ്തു എന്ന ഒരു വിഷയം ഹല്ലേലൂയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യേശു നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ്ലീഹ പറയുന്ന വചന ശുശ്രൂഷയിൽ പറയുന്ന വാക്യമാണ് ഇത്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് പിശാച് ബാധിച്ചവരെയൊക്കെയും അവൻ സൗഖ്യമാക്കി. നന്മ ചെയ്തുകൊണ്ട് പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി. അപ്പൊ ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. അങ്ങനെയെങ്കിൽ മനുഷ്യനായി പിറന്ന നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കൂട്ടുകാരിൽ ഫലമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് ഇന്ന് ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, അദൈവിക സ്നേഹം, കൃപ, മഹത്വം, അപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട് സ്തോത്രം ചെയ്താട്ട്. അപ്പൊ നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. നന്മ ചെയ്യുവാനും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നന്മ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. 2, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാച് ബാധിച്ച രോഗം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ എന്താണ് ഇത് സംഭവിച്ചെന്ന് പോലും അറിയാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുവനെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന് നന്മ ചെയ്യുവാനും ലോകത്തിന് വാദിച്ച പിശാചിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ ദൈവം അയച്ച ഒരുവനാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു.
അവൻ സ്വർഗത്തിലും ഭൂമിക്കും നാഥനാണ്. എനിക്കും നിങ്ങൾക്കും മധ്യസ്ഥമടയ്ക്കുന്ന ഏക രക്ഷകനാണ്. ഏക കർത്താവായ ആ യേശു ക്രിസ്തുവിൽ ഇപ്പോൾ വിശ്വസിച്ചാൽ പിശാചിനാൽ ബാധിത, പിശാചിനാൽ പോരാട്ടം, ബന്ധനം ഇന്ന് രാത്രിയിൽ അറുത്തുകളയുവാൻ ദൈവം ഒരുവനെ അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലാക്കിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ, ഞാൻ സ്തോത്രം, നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ വന്ന എന്ന് പറഞ്ഞ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അത്യന്ത മഹത്വത്തിൽ ഇന്ന് രാത്രിയിൽ നിറയുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത് നന്മ ചെയ്യുവാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം ഞങ്ങളെ ശുശ്രൂഷയുമായി പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം ഞങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്മയില്ലാതെ ഭാരപ്പെടുന്ന, എന്ത് ചെയ്താലും തിന്മയുടെ ഫലങ്ങള്, എന്ത് ചെയ്താലും പരാജയത്തിന്റെ ഫലങ്ങള്, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, പരാജയം മാറ്റുന്ന, വിജയം നൽകുന്ന, അന്ധത മാറ്റി അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അഭിഷേകം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുവാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ആ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം, അതെ, പരിശുദ്ധാത്മാവിന്റെ റൂഹ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. കാരണം അവന് നന്മ ചെയ്തേ മതിയാവും. ഇന്ന് രാത്രിയിൽ യേശുവിന് നന്മ ചെയ്തേ മതിയാവും. ഇന്ന് രാത്രിയിൽ യേശുവിന് ചില കുടുംബത്തിനകത്ത് നന്മ ചെയ്തേ മതിയാവും. ഇന്ന് രാത്രിയിൽ ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തേ മതിയാവും. കാരണം യേശുവിനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചേക്കുക. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു എന്ന സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ വചനം, ആ ജീവന്റെ മൊഴി, ജീവന്റെ മുത്തുകൾ ഇന്ന് രാത്രിയിൽ ചില നന്മകൾ ഒരുക്കി തരാൻ പോകുക. ചില കുടുംബത്തിനകത്ത് നന്മയില്ലാതെ ഓട്ടസഞ്ചിയായിരിക്കുന്ന ചില കുടുംബത്തിനകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്തിനെ? നന്മ ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ. രണ്ട്, പിശാച് വാദിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുവാൻ, സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുന്ന, നന്മ ചെയ്യുന്ന യേശു. ജൂഡ മന ധന വദന രാത്രി തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വാഗിയാക്കി നിന്നെ അഭിഷേകം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക. നീ ഒരു വാഗിയായി തീരുക. അനേകർക്ക് പ്രവചിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുക, അനേകർക്ക് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക, അനേകർക്ക് പാപത്തിൽ നിന്നും നീതി ലോകത്തിന്റെ വക്രതയിൽ നിന്നും അവരെ മടക്കിക്കൊണ്ടുവരുവാൻ നിന്നെ ഒരു ദൂതുവാകിയാക്കി ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഒരു ദൂതുവാകിയായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവമഹത്വം ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവ കൃപ ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട് വരട്ടെ. അതരത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ പോവുക. അതരത്തിനകത്ത് വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അതരത്തിനകത്ത് വലിയ ദൈവ കൃപ വ്യാപരിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ
സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്ക് പെരുവഴികളുണ്ട്. അപ്പൊ ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുകൊണ്ട് വഴിയില്ല എന്ന് പറയില്ല. ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലും കൊടുങ്കാറ്റിനകത്തും നിനക്ക് വേണ്ടി വഴിയൊരുക്കി തരുവാൻ, പാതയൊരുക്കുവാൻ കഴിയുന്ന ഒരുവനെയാണ് ദൈവ അഭിഷേകം ചെയ്ത് അയച്ചത്. ആ യേശുവിനെയാണ് ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നെങ്കിൽ ആ യേശു ഉയർത്തെഴുന്നേറ്റതാണ്. ആ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി, പുനരുദ്ധാന ശക്തി ഇന്ന് രാത്രിയിൽ ചില കുടുംബത്തെ ആകമാനം വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ പൈശാചിക കോട്ടകളെ തകർക്കുന്ന ഒരഭിഷേകം ഇന്ന് രാത്രിയിൽ, അത് നീതിമാന്റെ അവകാശത്തിന്മേൽ വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ ചെങ്കോലിനെ ഉടച്ചു കളയുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്ന ദൈവ മഹത്വത്തിനായി സ്തോത്രം, ദൈവ കൃപയ്ക്കായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. അവൻ ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ സർവശക്തനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് ഹല്ലേലൂയ. നന്മ ഒന്നുകൂടി വായിച്ച വചനം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യേശു നന്മ ചെയ്തും. അപ്പൊ അഭിഷേകം ചെയ്താൽ എന്തുണ്ടാവും? ദൈവം നമ്മുടെ കൂടെ വരും. വിശ്വസിക്കുമോ? ഇന്ന് അഭിഷേകം ചെയ്താൽ, ദൈവ അഭിഷേകം ചെയ്താൽ ഹല്ലേലൂയ, സ്തോത്രം, എന്ത് സംഭവിക്കും? ദൈവം നിന്റെ കൂടെ വരിക. അതാ വചനം പറയുന്നത്. ഇവിടെ പറയാ നസറേനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്നിട്ട് വായിക്കുന്ന വചനം വായിച്ചേ. ദൈവം യേശുവിനോട് കൂടെ, ദൈവ അഭിഷേകമുള്ളവരുടെ കൂടെ ദൈവം ഇരിക്കത്തുള്ളൂ. അഭിഷേകം ഇല്ലാത്തവനെ ആർക്ക് വേണമെന്ന്? അഭിഷേകമുള്ള എന്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവൻ എന്ന് വചനം പറയുന്നു. അഭിഷേകമുള്ളവനോട് കൂടെ ദൈവം ഇരിക്കും. അത് ദൈവ അഭിഷേകം ചെയ്തവന്റെ മേൽ ദൈവം ഇരുന്ന് പ്രവർത്തിക്കും. അതാണ് പറഞ്ഞത്. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അല്ലേ? കൊണ്ട് യേശു നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും, പിശാചു ബാധിച്ച ഒരാളെ അല്ല, ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുക. ഈ വചനം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ തരുവാൻ. ഈ വചനം ഒന്ന് ഏറ്റു പറയാമോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഏറ്റൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞ് ഇപ്പൊ തന്നെ ആ അഭിഷേകം വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കും രാത്രി. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പിശാച് കെട്ടിയ ബന്ധനങ്ങള്, ബന്ധിച്ച ബന്ധനങ്ങളെ, നിന്റെ നന്മയെ ബന്ധിച്ചത്, നിന്റെ തലമുറയെ ബന്ധിച്ചത്, കുടുംബ ജീവിതത്തെ ബന്ധിച്ചത്, അല്ലെ വിവാഹ ജീവിതത്തെ ബന്ധിച്ചത്, വിവാഹം കഴിക്കാൻ പോലും കഴിയാതെ പ്രായമേറി നിൽക്കുന്ന നിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രിയിൽ അഴിക്കുവാൻ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഒരു നസറേനായ
നസ്രയനായ യേശുവിനെ ദൈവം നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, എന്നെ സ്നേഹിച്ചതുകൊണ്ട് അവനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തുതിക്കുന്നു, മഹത്വം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? ഓ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഓ ഒരു ശത്രു നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. കാരണം നീ അഭിഷേകമുള്ളവനാണ്, നീ അഭിഷേക ശക്തി ഉള്ളവനാണ്. അല്ല, നീ നടന്നു പോകുമ്പോൾ ദേശാന്തര ശക്തികൾ മാറിപ്പോകും. നീ മഹാലിൽ നടന്നു പോകുമ്പോൾ പിശാച് അലറി വിളിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകം ആവശ്യമല്ലേ? ഇന്ന് രാത്രിയിൽ യേശുവിന് അഭിഷേകം ആവശ്യമാണെങ്കിൽ കേവലം മനുഷ്യ നമുക്ക് എത്രമാത്രം ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് ഈ ദൈവവചനത്തിന് മുമ്പിൽ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു അഭിഷേകം നിന്റെ ദേഹം ദേഹി ആത്മാവിൽ വ്യാപരിക്കും. നിന്റെ ശരീരത്തെ അല്ലെങ്കിൽ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുവാൻ കൽപ്പിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആ വചനത്തിലേക്ക് വരാം. അപ്പോൾ തന്നെ ചില പോയിന്റുകൾ വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ എന്ത് ചെയ്തു? ജനിച്ചു. ലൂക്കോസ് 1:35 നമുക്ക് വായിക്കാം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ദൂതൻ വന്ന് പറയുക. ആരോടാ പറയുന്നത്? മറിയ അല്ലെങ്കിൽ കർത്താവിന്റെ അമ്മയായിരിക്കുന്ന മറിയോട് വന്നു പറയുകയാണ്. അതിന് മേൽത്തോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വായിക്കാം. 26 മുതൽ വായിച്ചു. 6-ാം മാസത്തിൽ ദൈവ ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. വിവാഹം നിശ്ചയിച്ച കന്യകയായിരിക്കുന്ന മറിയയുടെ അടുത്ത് ദൈവം ദൂതനെ അയച്ചു. ഈ 6-ാം മാസം എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, യോഹന്നാന് ഈ ദൂതൻ എന്ന് പ്രത്യക്ഷപ്പെട്ടതിന് 6 മാസം കഴിയും. സ്തോത്രം. അത് നമുക്ക് വിട്ടുകളയാം. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് വെച്ചാൽ അർഹിക്കാത്ത സ്ഥാനത്ത് അർഹതയുള്ളവനാക്കി ഇരുത്തുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ലഭിക്കാൻ സാധ്യതയില്ലാതിരിക്കുമ്പോൾ, ഒരു കാരണവശാലും ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, കൃപ നമ്മുടെ മേൽ വന്ന് ആ കൃപ നമ്മെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിനെയാണ്, അർഹിക്കാത്ത മേഖല ഇരുത്തുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജനത്തിനും ഹല്ലേലൂയ രക്ഷാകരണമായ ദൈവ കൃപ ഉദിച്ചു. സ്തോത്രം. ഇവിടെ മറിയ ആദ്യമായിട്ട് കാണുക ദൂതനെ. മറിയ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതുപോലുള്ള വന്ദനം. ഹല്ലേലൂയ. അവളെ അങ്ങനെ വന്ദനം ചെയ്യുവാനോ അങ്ങനെ പ്രത്യക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങളോ ഒന്നും അവിടെ പശ്ചാത്തലത്തിലുണ്ടോ എന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ നിന്റെ സാഹചര്യം നോക്കാതെ, നിന്റെ പശ്ചാത്തലം നോക്കാതെ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീയിരിക്കുന്ന സ്ഥലത്ത് അതിനകത്ത് കടന്നു വന്ന് നിന്നോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൂതൻ കടന്നു വന്നിട്ട് പറയാ,
അല്ലെ മറിയെ കണ്ടിട്ട് പറയാണ്, എന്താണ് പറയുന്നത്? കൃപ ലഭിച്ചവളെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ മേൽ കൃപ ലഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലോ. അപ്പൊ പറയാ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെ ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം, ദൈവകൃപ വേണം. കൃപയുള്ളവരുടെ കൂടെ ദൈവം കൂടെ ഇരിക്കും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച, കൃപ പ്രാപിച്ച പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ കൂടെ ഇരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രം. മരണത്തിന്റെ പാതാള ബിംബങ്ങളെ ഉടച്ചു കളഞ്ഞ് ഇതാ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും പാലസ്തീന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയല്ലാതെ വേറെ ഏത് കല്ലറയുണ്ട്? യേശുവിന് മാത്രമേ, ആ കല്ലറയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. വേറെ ഒരു കല്ലറയില്ല. ഇനി അതിന് പകരമായിട്ട് ഏതെങ്കിലും കല്ലറ തുറന്ന് അതല്ലേ ഇവന് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുവാൻ ഒരു മകാനും കഴിഞ്ഞിട്ടില്ല. അത്ര ആംബിയർ പോരാന്നേ. ഹല്ലേലൂയ. ഇത് യേശു മരിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ വെളിപ്പെടുത്തിയ സത്യമാണ്. മരിച്ചു കഴിഞ്ഞപ്പോ ഉയർത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശു പറയാ, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമോ. ആ യേശു പറയുക, നടക്കേണ്ട വഴി ഏതെന്ന് കാണിച്ചു തരുമെന്ന്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന്. നിന്നെ ഞാൻ അഭിഷേകം ചെയ്ത ദൈവമല്ലേ, ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതല്ലേ. ഇന്ന് രാത്രിയിൽ നിന്റെ ദുഃഖം, നിന്റെ പ്രയാസം, നിന്നെക്കെതിരായി വരുന്ന എല്ലാ ആരോപണം ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ കരിഞ്ഞു മാറുവാൻ സ്വർഗത്തിലെ അഭിഷേകം ഇറങ്ങി വരട്ടെ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞിട്ട്. ഇന്ന് രാത്രിയിൽ നസറേനായ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, ഇന്നും അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുന്ന യേശുവിനെ, ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിനെ, ഇന്നും പല രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിനെ, ഇന്നും അന്ധർക്ക് കാഴ്ച കൊടുക്കുന്ന യേശുവിനെ, ഇന്നും ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന യേശുവിനെ, ഇന്നും മുടന്നുള്ളവരെ മുടന്നില്ലാതെ നടക്കുമാറാക്കുന്ന, മൺപെടകളെ പോലെ ഓടിക്കുമാറാക്കുന്ന യഹോവയുടെ ശക്തിയെ കുറിച്ചാണ് ഇന്ന് രാത്രി പറയുന്നത്. ഇവിടെ പറയാണ്, നസറേനായ യേശുവിനെ ദൈവം അല്ലല്ല ഇത് വായിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്തത്, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. കാരണം ഇതൊരു അറിയാത്ത സംഭവമല്ലേ. നമ്മളെല്ലാം അങ്ങനല്ലേ, അറിയാതെ നടക്കുക. ദൈവം നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ദൈവത്തെക്കാൾ കൂടുതൽ വിശ്വാസം മറ്റു പലതിലുമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയുന്ന പിശാച് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുകയാണെന്ന് പറയുന്നത്. ഇവിടെ വചനം പറയുന്നു, പിശാച് നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ നടക്കുന്നത് ദൈവമാണ്. സ്തോത്രം. അടുത്തത്, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വന്ദനം കേട്ടതായി. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചേ ദൂതൻ അവളോട് പറയുകയാണ്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച്. അപ്പോ മറിയേ, നീ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സ്തോത്രം. ഒന്ന് പറഞ്ഞേട്ടെ, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിങ്ങൾ അവിടെ ഇരിക്കുന്നവരൊന്ന് പറഞ്ഞേ. ലൈവിലുള്ള എന്റെ സ്നേഹിതർ, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ സഹോദരങ്ങൾ, കർത്തുവേലയിലുള്ള ദൈവദാസന്മാർ, ഒന്നിച്ചൊന്ന് പറഞ്ഞേ, എന്റെ മേൽ ദൈവ കൃപ ലഭിച്ചു. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഭൂതത്തിന്റെ മേൽ അധികാരം
രോഗത്തിന്റെ മേലുള്ള അധികാരം, വചനത്തിന്റെ മേലുള്ള അധികാരം, ഓ ദൈവത്തിന്റെ കൃപ ലഭിച്ചുവെന്ന് വിശ്വാസത്തോടൊന്ന് പറയാമോ? ഇപ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിന്റെ മഹിമ ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഇറങ്ങി വരുമെന്ന്, അതെ, സ്വർഗം തുറന്നിറങ്ങി വരുമെന്ന്. അഭിഷേകത്തിന് പ്രശ്നമില്ല. ആഗ്രഹിക്കുന്ന ഉള്ളത്തെ തൃപ്തി വരുത്തുക, ആഗ്രഹിക്കുന്ന ഹൃദയത്തെ നിറയ്ക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അളവില്ലാതെ നിങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ രക്തമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ, എന്റെ മേൽ സ്വർഗം തുറന്ന അഭിഷേകം തന്നെ ഒരു ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ വേലയ്ക്കായി പരിശുദ്ധാത്മാവ് വേർതിരിക്കുമെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു. അതിന് ആമേൻ ചെയ്യുന്നു. ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ കഴിയാത്ത ഒരു ആത്മസന്തോഷം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണ മാലിന്യം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. പിന്മഴ നൽകേണ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ഇറങ്ങി വരട്ടെ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കണതോ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കണതോ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ ഇന്ന് രാത്രിയിൽ ഓരഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്മേൽ അഭിഷേകം പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാളികമുറിയിൽ വെളിപ്പെട്ടതുപോലെ, കാരാഗൃഹത്തിനകത്ത് വെളിപ്പെട്ടതുപോലെ, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടതുപോലെ, ശമരിയയിൽ വെളിപ്പെട്ടതുപോലെ, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ വെളിപ്പെട്ടതുപോലെ, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ വെളിപ്പെട്ടതുപോലെ, എഫെസോസിലുള്ള വിശ്വാസിയുടെ മേൽ അഭിഷേകം പകർന്നത് പോലെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു അത്യന്ത ശക്തി ഇറങ്ങണമേ. പുനരുദ്ധാര ശക്തി ഇറങ്ങണമേ. യേശു ക്രിസ്തുവിന്റെ മുഖത്തേജസ്സിൽ വെളിപ്പെട്ട ആ ദൈവിക പരിജ്ഞാനത്തിന്റെ തേജസ്സിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഉറവല ബലബല മനരക ദൃഢശാര മാന റൂദന മൗദന ദേവമനന്ദന രഗദന നരയശാര ഊരമനന്ദന രഗദന ഗച്ഛകാര ഊരമനന്ദന രഗദന ജീവന വേദകരക്ഷേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനം പരക്കട്ടെ. ദൈവത്തിന്റെ വചനം ജീവനം ചൈതന്യമായി
ദയവായി തരണമേ. ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപതികളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യട്ടെ, മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഓ ഇന്ന് രാത്രിയിൽ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രിയിൽ നിറയട്ടെ. ഓ പ്രിയപ്പെട്ടവരുടെ മേൽ പുതു അഭിഷേകം കൊടുക്കട്ടെ. ദോഷാവരങ്ങൾ വെളിപ്പെടട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ശുശ്രൂഷ മേഖലയിൽ ഒരു വർധനവ് ലഭിക്കട്ടെ. അപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ എഴിയട്ടെ. ഇവിടെ വന്നിട്ട് ദൂതൻ മറിയോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി മനം തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിലും ഭാരത്തിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയത്തിനകത്ത് പലവട്ടം കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും ഭാഗിച്ചുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. നിന്റെ മേൽ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ നിഴലിട്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ ഒരു ദൈവകൃപ. ഉത്സവത്തിന്റെ ഒടുക്കലത്തെ നാളിൽ യേശു നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയും പ്രകാരം ജീവജല നദി ഒഴുകുമെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ വിശ്വസിക്കുന്നവർ ഇന്ന് ആമേൻ ചെയ്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കുക. ഹൃദയം സംബന്ധമായ രോഗത്തെ ദൈവം ഇന്ന് രാത്രി സൗഖ്യമാക്കിയ ബലം നിന്റെ മേൽ പകരുക. ഒരു ധൈര്യത്തിന്റെ ആത്മാവിനെ പകരുക. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് തരുന്ന ആ ദൈവകൃപ ഇന്ന് രാത്രിയിൽ എന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അത്യന്ത ശക്തി വ്യാപരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇവിടെ ദൂതൻ പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോൾ ഇതെന്ത് വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയേ നീ ഭയപ്പെടണ്ട, ഇന്ന് രാത്രി നീ ഭയപ്പെടണ്ട. നിന്റെ മേൽ ഒരു കൃപ ലഭിച്ചു. നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഉദിച്ചു. മക്കോദിന സഭയ്ക്ക് ദൈവത്തിന്റെ കൃപ ഉദിച്ചതുപോലെ നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുന്നു. അടുത്തത്, നീ ഗർഭം ധരിച്ച്. പക്ഷെ ഇവിടെ നിനക്ക് ദൈവകൃപ ഉദിച്ചത് ലോകത്തിനു അല്ലെങ്കിൽ ലോകത്തിലെ ആർക്കും ലഭിക്കാത്ത, ഇനി ഒരിക്കലും ലഭിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ദൈവകൃപയാണ് നിന്റെ മേൽ ഉദിക്കുന്നത്. സ്തോത്രം ചെയ്യോ, സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. ഇന്ന് രാത്രി സ്തോത്രം. മറിയെ, ഞാൻ നിന്റെ അടുക്കൽ വന്നെങ്കിൽ, നിന്റെ കൂടാരത്തിനകത്ത് കടന്നു വന്നെങ്കിൽ, ഇത്ര അർജന്റായി നിന്റെ അടുത്ത് വന്നെങ്കിൽ, നീ പുറം ലോകം അറിയുമ്പോൾ നിന്നെ മാനിക്കുന്ന വിധത്തിൽ ഒരഭിഷേകം ഉദിക്കാൻ പോകുക. പഠന മേഖലയിൽ ദൈവത്തിന്റെ കൃപ ഉദിക്കാൻ പോകുക. തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം, കലങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ, ഇരുളടഞ്ഞ വിഷയങ്ങൾ നീന്തിയിട്ട് കര കയറുവാൻ കഴിയാതെ കിടക്കുന്ന വിഷയത്തിന്റെ ഇന്ന്
ദൈവത്തിന്റെ കൃപ ഉദിക്കുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഈ ഉദിച്ച കൃപയിൽ പിടിച്ചു. നീ എഴുന്നേറ്റ് വരാൻ പോകുക. വിശ്വസിക്കുന്നവർ ആ ഹൃദയം കൊണ്ട് കാണേ, എന്റെ മേൽ ആ ദൈവകൃപ ഉദിച്ചു വന്നിരിക്കുന്നു. ആ കൃപയിലൊന്ന് പിടിക്കേ, ആ ഉദിച്ചു വന്നതിലൊന്ന് പിടിക്കേ. അതെ പിടിച്ചാൽ ഒരിക്കലും ആ പിടി അതിൽ മാറിപ്പോകത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോകുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. മനുഷ്യരുടെ മുമ്പിൽ അല്പസമയം നീ ഒരു നിന്നാപാത്രമായെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ നിന്നെ തന്നെ പ്രദർശിപ്പിക്കാൻ കഴിയാതെ നീ തന്നെ ചമ്മി ഇരുന്നാലും ഇന്ന് രാത്രി ലോകം മുഴുവൻ അറിയത്തക്ക നിലയിൽ നിന്റെ മേൽ ഒരു ദൈവകൃപയാണ് വീഴാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഇരുളടഞ്ഞ എല്ലാ പാതകളും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറന്നു വരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇരുട്ടിന്റെ എല്ലാ ആധിപത്യം, ഇരുട്ടിന്റെ എല്ലാ പ്രവൃത്തികളും ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ നിന്ന് നീങ്ങി മാറുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം ജീവനായി ഇറങ്ങും, അത് ചൈതന്യമായി ഇറങ്ങും, അത് അനുഭവമായി നിനക്ക് കാണാൻ പോകുക. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇവിടെ കന്യ ദൂതം പറയുക, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ കന്യക ഗർഭം ധരിക്കുന്ന ഒരഭിഷേകം ഇവിടെ അത് മറിയയ്ക്ക് മാത്രം ലഭിച്ചതാ. ഇനി അങ്ങനെ ഒരഭിഷേകം നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ശുശ്രൂഷയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക. അതെ, ഇന്ന് ലൈവിൽ വന്നവരുടെ മേൽ ശുശ്രൂഷയുമായി എനിക്ക് ഒന്നുകൂടി ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചെയ്തൊന്നും തൃപ്തിയല്ല, ഒന്നുകൂടി ശക്തമായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ. ഇത് വെറുതെ വിളിച്ച് പറയുന്നതല്ല, ഇതും ദൃഷ്ടാന്തമായി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, തെളിവായി വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ. ഇന്നത്തെ ഡേറ്റ് കുറിച്ചിട്ടു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഇന്നത്തെ ഡേറ്റ് കുറിച്ചിട്ടു നീ വിശ്വസിച്ചേറ്റാൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഈ വചനം ജീവനായി ഇറങ്ങും. നിന്റെ മേൽ ദൈവകൃപ ഉദിക്കും. പടിപടിയായി ഒരു ഉയർച്ച. നിലനിൽപ്പില്ലാത്ത ചില വിഷയത്തിനുമേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ ഉദിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുക, നിന്നെ ഞാൻ ഉറപ്പിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉണ്ടായതാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കേ. ദൈവകൃപ നിന്റെ മേൽ ഉദിക്കുക. അവന് യേശു എന്ന് പേർ വിളിക്കും. ഇവിടെ ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിക്കും, പുരുഷൻ കൂടാതെ. ലോകത്തെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇവക്ക് പരിചയമില്ല അങ്ങനെ നടന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഇത് നടക്കുമായിരിക്കും. ഇന്ന് രാത്രി പരിചയമില്ല, കാണാത്തത്, ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയാത്തത് നിന്റെ മേൽ നടക്കും. വിശ്വസിക്കോ? നിന്റെ മേൽ നടക്കും, നിന്റെ മേൽ നടക്കും. 2006 വരെ ഞാൻ ഇങ്ങനെ ഒരാളല്ലായിരുന്നു. 2006 സ്വർഗം എന്നെ അഭിഷേകം ചെയ്തപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനെ അങ്ങനെ ഒരു വ്യക്തിയാക്കി മാറ്റിയത് ഈ കൃപയാ. സ്തോത്രം, സ്തോത്രം. മലയാളം വായിച്ചാൽ തെറ്റുകൂടാതെ വായിക്കാൻ കഴിയാത്ത എന്നെ പ്രസംഗകനാക്കി മാറ്റിയ ആ ദൈവകൃപ, ഒരു ശുശ്രൂഷകനാക്കി മാറ്റിയ കൃപ,
സ്തോത്രം. അനേകരെ അഭിഷേകം ചെയ്യുവാനുള്ള അഭിഷേക തൈലം എന്റെ മേൽ പകർന്ന ദൈവകൃപ, ആമേൻ. അനേകരെ സ്നാനപ്പെടുത്തുവാൻ എന്റെ മേൽ പകർന്ന ആ ദൈവകൃപ, ആമേൻ. സഭകൾ അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മകൾ തുടങ്ങുവാൻ എന്റെ മേൽ അഭിഷേകം ചെയ്ത ദൈവകൃപ, ഹല്ലേലൂയ. അനേകരെ ശുശ്രൂഷയ്ക്ക് കൈപിടിച്ചുയർത്തുവാനും ആമേൻ. അനേകരെ ശുശ്രൂഷയിൽ വളർത്തിയെടുക്കുവാനും സ്തോത്രം. ചെയ്ത ആ ദൈവകൃപ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, അവൻ വലിയവനാകും. ഇവിടെ പറയാണ് നീ ഗർഭം ധരിക്കും. സ്തോത്രം. ഒരു മകനെ പ്രസവിക്കും. ഗർഭം ധരിക്കുക തന്നെയല്ല, ധരിച്ചാൽ പ്രസവിക്കും. ആമേൻ. ഗർഭം ധരിക്കുക തന്നെയല്ല, ധരിച്ചാൽ നീ പ്രസവിക്കും. സ്തോത്രം. അത് ഗർഭപാത്രത്തിൽ വെച്ച് ഇല്ലാതെ പോകില്ല. സ്തോത്രം. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് അത് ഓടിപ്പോകുമില്ല. ശബലബറമലബ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ശബല. ഉദരഫലമില്ലാതെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ ശബറമനസി. ഈ വചനം അവർക്ക് ജീവനായി ഇറങ്ങട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയായി ഇറങ്ങട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി ഇറങ്ങട്ടെ. ഇവിടെ വചനം പറയുക, ഗർഭം ധരിക്കും, പ്രസവിക്കും. ആമേൻ. ഓപ്പറേഷൻ കൂടാതെ ഹല്ലേലൂയ. പ്രസവം നടക്കുമെന്ന്. ഹല്ലേലൂയ. ശബലബറമലബ. ഓപ്പറേഷൻ കൂടാതെ പ്രസവം നടക്കുമെന്ന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പറയുക. ഹല്ലേലൂയ. ആവശ്യക്കാർ ഏറ്റെടുത്തോ. ഇന്ന് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉദിക്കുന്ന രാത്രിയാ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന രാത്രി. പെറ്റമ്മ മറന്നാലും, വേണ്ടപ്പെട്ടവർ മറന്നാലും, സുഹൃത്തുക്കൾ മറന്നാലും, ആരൊക്കെ മറന്നാലും മറക്കാത്ത ഒരു ദൈവകൃപ നിന്റെ മേൽ ഉദിക്കുക. ഹല്ലേലൂയ. നിന്റെ കരത്തിൽ താക്കോൽ തരും. സ്തോത്രം. നീ ചിലത് തുറക്കും, ചിലത് അടയ്ക്കും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ വലിയ ദൈവകൃപ ഉദിക്കുക. ഓ റമന സമാധാനം, ഒരു സമാധാനം യേശു തരാൻ പോകുക. ഓ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്തോത്രം. സ്തോത്രം. എല്ലാ ദുഷ്ടന്റെ ആധിപത്യം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ഈവിൾ സ്പിരിറ്റിന്റെ എല്ലാ പ്രവർത്തന മേഖലകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലോക്ക് ചെയ്യുക. ആമേൻ. ഓ രാമ സകാല ബാബ ഷെക്കേനിയ. ഇന്ന് രാത്രി ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ വലിയവനാകും. അവൻ വലിയവനാവും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയദൂതനോട് ചോദിച്ചത് ചോദ്യമാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇന്ന് രാത്രി സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം ചെയ്യേ. ഇന്ന് രാത്രി അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ, ലൈവിലുള്ള എന്റെ സ്നേഹിതരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക,
നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പറയാം, പരിശുദ്ധാത്മാവന്റെ മേൽ വരും. സ്തോത്രം. അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ നിഴലിടുമെന്ന് ഒന്ന് പറയാമോ? ഓറാം ഷെക്കേനാറും ലിബാറ്റുനിയെ ധോമസ് നൈലോമില്ല പ്രോംസെ ഇല്ല ബോധിനി Ramshekani rule about to Oliviaste Brainstar Buladi O Salbiano privacy Unshake Christ Mandul Abon Miari Albu Raise my shell free allo Frese Cray Illabo Dubastene Yeshwe Parishudane കൃപയേ ശക്തിയേ ഇന്ന് രാത്രിയിൽ ഇറങ്ങണമേ. ഇന്ന് രാത്രിയിൽ ഓ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണമേ. ഇന്ന് രാത്രിയിൽ അത്യുന്നതന്റെ ഓ ശക്തി ഞങ്ങളുടെ നിഴലിടണമേ. ഓ ദൈവത്തിന്റെ ദൂതൻ പറയാ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുക. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അസാധാരണമായ അമാനുഷിക മേഖലയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യുന്നതന്റെ നിഴല് നിന്റെ മേൽ നിഴലിടണം. Is my tall power Jesus Christ in name of Jesus in unprevalent is my Shadagan revelation is Christ my shell or ransom power Jesus Christ. യേശുവിന്റെ നാമത്തിൽ ഓ ഒരു മധുരത്തിന്റെ അനുഭവം. നിങ്ങള് വേറെ ഒന്നും ചിന്തിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്താണ്. ഇന്ന് പരിശുദ്ധാത്മാവിന് വലിയ ചലനം വെളിപ്പെടുവാൻ ഞാൻ കാണുന്നത് ഒത്തിരി മുട്ടായി, അത് വലിയ വലിയ മുട്ടായി ഹല്ലേലൂയ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ബുദ്ധിയിൽ പോകാതെ ആത്മാവിൽ ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ, ദൈവവചനത്തെ ആത്മാവിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൈപ്പേറിയ ജീവിതത്തെ മധുരമാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഓറാം സഖാഭാന സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു കണ്ണിന് ദയ തോന്നാതെ, ഒരു മനസ്സിന് മനസ്സലിവ് തോന്നാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവകൃപ ഉദിക്കും. സ്തോത്രം. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഇവിടെ ഈ അത്യുന്നതൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തി നിന്റെ മേൽ നിഴലിടുന്നതിന്റെ ഉദ്ദേശം നിന്നിൽ ലോകത്തിൽ ഇതുവരെ നടക്കാത്ത ഒന്ന് നിന്നിൽ നടക്കാൻ വേണ്ടിയാ. സ്തോത്രം ചെയ്യോ. ലോകത്തിൽ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഇത് വന്നാൽ നടക്കും. സ്തോത്രം. മെഡിക്കൽ സയൻസിന് ചിന്തിക്കാൻ കഴിയാത്തതും പ്രകൃതികൾക്ക് പറഞ്ഞു തരുവാൻ കഴിയാത്തതുമായ ദൈവത്തിന്റെ കരങ്ങളാൽ വെളിപ്പെടുന്ന ഒരു അത്ഭുതം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവമഹത്വത്തെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. ദൂത് ഏറ്റെടുത്തോ സ്തോത്ര, ദൂത് ഏറ്റെടുത്തോ സഹോദര. യേശുവിന്റെ നാമത്തിൽ അത് വാങ്ങി ഏറ്റെടുത്തു. ഇന്ന് രാത്രിയിൽ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ഇരുളടഞ്ഞ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വെളിച്ചത്തിന്റെ ദാതാവായ
മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞ അരുമനാഥൻ നിന്നെ ഒരു വെളിച്ചമാക്കി മാറ്റുവാൻ ഈ ദാതാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. ദൈവകൃപ നിന്റെ മേൽ ഉദിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത്. സ്വത്രം. അപ്പൊ യേശു കർത്താവിന്റെ ജനനം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. ഹല്ലേലൂയ. 2, ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായി തീർന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ എന്തായി? അഭിഷിക്തനായി തീർന്നു. സ്വത്രം. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3:16. യേശു സ്നാനമേറ്റ ഉടനെ, യേശു ക്രിസ്തു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്നാനം ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അല്ലെങ്കിൽ 2-ാം അധ്യായം ഒക്കെ പഠിച്ചാൽ, 2-ാം അധ്യായം പഠിച്ചാൽ അവിടെ കാണുന്നത് ദൈവത്തിന്റെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. 1, മാനസാന്തരം, മനം തിരിയ. എവിടുന്ന് മനം തിരിയ? ലോകത്തിന്റെ എല്ലാ മായക്കണ്ണുകളിൽ നിന്നും മനം തിരിയ. മനം തിരിയുന്നവർ യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമേൽക്കണം. യേശുവിന്റെ മരണ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്ന, യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന, നല്ല മനസാക്ഷിയുടെ ഉടമയായിത്തീരുന്ന, ഹല്ലേലൂയ, വിവാഹ നിശ്ചയം ചെയ്യുന്ന, യേശു ക്രിസ്തുവിൽ ഏറ്റ ആ സ്നാനം നീ വെള്ളത്തിലിറങ്ങി ഏൽക്കണം. 3, എന്നാൽ പിതാവ് നമുക്കൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹല്ലേലൂയ. പിതാവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ മേൽ വരും. സ്വത്രം. 1, മനം തിരിയണം. മനം തിരിഞ്ഞാൽ എവിടുന്ന് മനം തിരിയണം? സകല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകല മേഖലയിലും മനം തിരിയണം. എന്നിട്ട് നമുക്ക് ജീവൻ വെച്ചെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിന്റെ ദേഹം, ദേഹി, ആത്മാവ് കഴുകി ശുദ്ധീകരിച്ച് പാപത്തെ വലിച്ചെറിയണം. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം, ക്രിസ്തുവിനെ ധരിക്കുന്ന സ്നാനം, മരണത്തിന് പങ്കാളിയാകുന്ന സ്നാനം, ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളിയാകുന്ന സ്നാനം, വിവാഹ നിശ്ചയം ചെയ്യുന്ന സ്നാനം, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സ്നാനം, അത് നീ ഏൽക്കണം. അടുത്തത് പറയുന്നത്, എന്നാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ വരും. സ്തോത്രം. സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വന്നെന്ന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അനേകർ പ്രാപിക്കുന്നുമുണ്ട്. അതിനായി ഞാൻ സ്തോത്രം ചെയ്തു. അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതിയാണ്. 4-ാമത്തെ ഉപദേശം അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കണം. അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവവചന ഉപദേശത്തിൽ നിലനിൽക്കണം. 5-ാമത്തത് ക്രിസ്തുയേശുവിന്റെ ശരീരമാകുന്ന കൂട്ടായ്മയോട് പങ്കുചേരണം. കൂട്ടായ്മ ഉള്ളപ്പോ വീട്ടിലിരുന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കല്ലേ. സ്വതന്ത്രം. അപ്പൊ കൂട്ടായ്മ ആചരിക്കണം. അടുത്തത് അപ്പം നുറുക്കൽ. യേശു ക്രിസ്തു ശരീരവും രക്തവുമായി തീരുന്ന ആ അപ്പം നുറുക്കലിൽ പങ്കുചേരണം. കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ആ അപ്പം നുറുക്കലിൽ നാം പങ്കുചേരണം. അടുത്തത് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ഇത്രയും ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധം പറഞ്ഞത്. ഇവിടെ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായി. മത്തായിയുടെ സുവിശേഷം 3:16 പറയാണ്,
യേശു സ്നാനം ഏറ്റ ഉടനെ യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. അപ്പോൾ എന്തായി? സ്വർഗം തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ, യേശുവിന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. യോഹന്നാൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ. എന്നിട്ടൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു അഭിഷക്തനായി തീരുമ്പോൾ സ്വർഗം അംഗീകരിക്കുന്നതാണ്. സ്വർഗം തുറന്നു. എന്നേക്കുമായി സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവെന്ന ദാനം യേശു ക്രിസ്തുവിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. എന്താണ് ശബ്ദമുണ്ടായത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും കേട്ടു. ഇന്ന് രാത്രി നോക്കണമേ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു അഭിഷക്തനായി തീർന്നു. സ്തോത്രം. എബ്രായലേഖനം 1:9 നമുക്ക് കാണാം, നീ നീതിയെ ഇഷ്ടപ്പെടുകയും, ഇവിടെ പറയാം, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ജനിച്ചു. യേശുവിനെ ഒരു അഭിഷക്തനായി പരിശുദ്ധാത്മാവിൽ നിറച്ചു. സ്തോത്രം. അപ്പൊ ഒരു ശുശ്രൂഷകൻ, ആർക്കും പരിശുദ്ധാത്മാവിൽ ജനിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ശുശ്രൂഷകനായി തീരണമെങ്കിൽ നിന്റെ മേൽ ഒരു അഭിഷേകം വരണം, പരിശുദ്ധാത്മാവ് വരണം. അപ്പോൾ അത് കണ്ടു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടു. വായിച്ചേ. ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 6:27. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ യേശുവിനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. യേശുവിനെ ദൈവം മുദ്രയിട്ടു. എങ്ങനെ മുദ്രയിട്ടു? യോർദാനിൽ വെച്ച്. എങ്ങനെ? സ്നാനമേറ്റുടനെ കരക്ക് കയറുമ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിനെ മുദ്രയിട്ടെങ്കിൽ വീണ്ടെടുപ്പിന്റെ മുദ്ര നമ്മൾ ഏൽക്കണം. സ്തോത്രം. വീണ്ടെടുപ്പിന്റെ മുദ്ര അത് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമ്പോഴാണ് നമുക്കെല്ലാം നടക്കുന്നത്. അതേ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വചനം കിടക്കുന്നത്. അല്ലേ? വീണ്ടെടുപ്പിൻ നാളിൽ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒന്ന് വായിച്ചു വായിക്കാം. ആ റെഫറൻസ് ഒന്ന് പറയും. 1:14 പറയുന്നു, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ കണ്ടല്ലോ, യേശുവിനെ ദൈവം
മുദ്രയിട്ടിരിക്കുന്നു. ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ഏതിനാ മുദ്രയിട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് ആവശ്യമാണോ? ആവശ്യമാണ് പ്രിയപ്പെട്ടവർ. പരിശുദ്ധാത്മാവില ഒരാൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മാത്രമേ അവൻ മുദ്രയിടപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നീ എത്ര വചനം വിളിച്ചു പറഞ്ഞാലും എത്രയൊക്കെ കാര്യങ്ങൾ നടത്തിയാലും നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ മുദ്ര ഇട്ടിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവെഴുത്തുകളിലേക്ക് മടങ്ങി വാ. സ്തോത്രം. അടുത്തത് നമുക്ക് വായിക്കാം. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളുണ്ട്. ജീവന്റെ പ്രതാപം, കൺമോഹം, ജഡമോഹം. ദൈവത്തിന്റെ മകനായിരുന്ന ആദം ഈ ലോകത്തിൽ പരാജയപ്പെട്ടത് ഈ 3 മുമ്പിലാണ്. കൺമോഹം, ജഡമോഹം, ജീവന്റെ പ്രതാപം. ഈ 3 കാര്യത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന ആദവും ഹവ്വയും പരാജയപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദത്തെയും അതുപോലെ പരീക്ഷിക്കുവാൻ ദൈവത്തിന്റെ മുദ്രയേറ്റ യേശു ക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ 3 പരീക്ഷകളിൽ യേശു വിജയം പ്രാപിച്ചു. പിശാച് അവനെ വിട്ടു മാറി എന്ന് വചനം കാണുന്നു. ഇന്ന് രാത്രി ജീവിത സാഹചര്യത്തിനകത്ത് പരീക്ഷകൾ വരും. അത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയും ആരാധനയിലൂടെയും അതിനെ ഉടച്ചു കളയുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെട്ടു യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഇനി ജഡത്താലല്ല നമ്മൾ നടക്കണ്ടേ, പരിശുദ്ധാത്മാവിന് നടക്കണം. ആത്മാവിൽ നടക്കുന്നെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിവർത്തീകരിക്കില്ല എന്ന് വചനം പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിൽ നമ്മൾ നടക്കണം. അടുത്തത്, ക്രിസ്തു ശക്തിയോടെ പ്രസംഗിച്ചു. അപ്പൊ ശക്തിയോട് പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ വായിച്ച ഭാഗമാണ്. അതൊന്നുകൂടി വായിച്ച് നമുക്ക് പോകാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യേശു നന്മ ചെയ്തും പിശാചു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 4:18 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ വചനം ഞാൻ ധ്യാനിച്ചതാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. അപ്പൊ നോക്കണമേ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനും കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇന്ന് രാത്രി പറയാം, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന്. ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിനു വേണ്ടി എരിയുന്ന ഒരു തീക്കൊള്ളിയാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറയാൻ തയ്യാറാണോ? ഒന്ന് ആദരം ഒന്ന് പറയാമോ? ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇനി എന്താ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും, 2 ബദ്ധന്മാർക്ക് വിടുതലും, ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. അല്ലെ, അപ്പൊ ദൈവം യേശു ക്രിസ്തു ശക്തിയോടാണ് ദൈവവചനം പറഞ്ഞത്. ശക്തി, അന്ധന് കാഴ്ച കൊടുക്കുക, ഊമ സംസാരിക്കുക, അത് ശക്തി. ചെകിടർ കേൾക്കുക,
കുഷ്ഠരോഗി സൗഖ്യമാകുക. 12 വർഷം രക്തസ്രവം ഉള്ള സ്ത്രീ സൗഖ്യം പ്രാപിക്കുക. 38 വർഷം രോഗിയായിരുന്ന വ്യക്തി സൗഖ്യം പ്രാപിക്കുക. ഇതാണ് ശക്തിയോട് തന്റെ പ്രസംഗം നിവൃത്തീകരിച്ചത്. ഇന്ന് രാത്രി നീ ശക്തമേറിയ ഒരു പ്രസംഗനാകണമെങ്കിൽ, ശക്തിയോട് ദൈവത്തിന്റെ വേല ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം ആവശ്യം. സ്തോത്രം. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ഹല്ലേലൂയ. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അത്ഭുതങ്ങൾ ചെയ്തു. മത്തായി 12:28. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അത്ഭുതം ചെയ്തു. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ പിശാചിനെ പുറത്താക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ ഈവിൾ സ്പിരിറ്റിന് നിൽക്കാൻ കഴിയത്തില്ല. ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ തടുക്കാൻ ഈവിൾ സ്പിരിറ്റിന് കഴിയില്ല. അവൻ പരാജയപ്പെട്ട ആത്മാവാണ്. എന്നാൽ ഞങ്ങളെ എല്ലായിടത്തും എല്ലാ സമയത്തും ജയോത്സവമായി കൊണ്ട് നടത്തുന്ന ആ ദൈവകൃപയുടെ മുമ്പിൽ, ആ ഉദിച്ച ദൈവകൃപയുടെ മുമ്പിൽ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിന്റെ ആത്മാവിനോ ഈവിൾ സ്പിരിറ്റിനോ മാനുഷിക ബന്ധനത്തിനോ വാക്കുകൾക്കോ കഴിയില്ല എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, യേശു ഭൂതങ്ങളെ പുറത്താക്കിയത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അപ്പൊ ഒരുവൻ നിലുള്ള പിശാച് ഇളകി മാറുന്നെങ്കിൽ, അവന്റെ മേൽ രോഗസൗഖ്യം നടക്കുന്നെങ്കിൽ ദൈവാത്മാവ് അവന്റെ മേലുള്ളത് കൊണ്ടാ. ഇവിടെ യേശു കർത്താവിനെ ഭൂതമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ യേശു കർത്താവ് പറയാണ്, ഭൂതത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. സാത്താൻ തമ്മിൽ പ്രവർത്തിച്ചാൽ അവന്റെ രാജ്യം നിലനിൽക്കില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്നെ സ്വാതന്ത്ര്യത്തിൽ നടത്താൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്നെ ഒരു സ്വതന്ത്രനാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്റെ മേൽ സൃഷ്ടിപ്പ് നടത്താൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്റെ മേൽ പുതിയതൊന്ന് വെച്ചു തരാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്നിൽ പുതിയതൊന്ന് ആരംഭിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നഷ്ടപ്പെട്ടത് മടക്കി തരാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്നെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. അടുത്തത്, ഹല്ലേലൂയ. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:14 ലൂക്കോസ് 4:1 വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എന്താണ്? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. എന്തിനാണ് ഉയർത്തിയത്? ദൈവത്തിന് വിരോധമായി നിന്നപ്പോൾ, ദൈവത്തിന്റെ കോപം ജനത്തിലേക്ക് വന്നപ്പോൾ, സർപ്പം കടിച്ച് ജനം മരിക്കുന്നത് കണ്ടപ്പോൾ, മോശയുടെ നിലവിളിയുടെ മുമ്പിൽ മോശയ്ക്ക് കൊടുത്ത അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു ഇതാണ്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നിർത്തുക, അതിനെ നോക്കുന്നവർ മരിക്കില്ല എന്ന്. അത് ക്രിസ്തുവിന്റെ ഒരു നിഴലായി തീർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ, ദൈവത്തിൽ നിന്നുള്ള ന്യായവിധിന്ന് ഒരു വിടുതല പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നോക്കണം, നീ യേശുവിനെ ഉയർത്തണം. അപ്പൊ എന്റെ മേൽ അഭിഷേകം വന്നത് യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ വേണ്ടിയാ. ഞാൻ യേശുവിനെ ഉയർത്തിയെങ്കിൽ മാത്രമേ ശിക്ഷാവിധിയിൽ കിടക്കുന്ന, ന്യായവിധിയിൽ കിടക്കുന്ന, ദൈവകോപത്തിൽ കിടക്കുന്ന, ശാപത്തിലും പാപത്തിലും കിടക്കുന്ന ജനം ക്രിസ്തുവിനെ അറിയത്തുള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിലേ ഇവരുടെ ശിക്ഷാവിധി ഇല്ലാതാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ അഭിഷേകം ദൈവം ചെയ്തു. ഒന്നുകൂടി വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി.
അപ്പൊ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അന്യഭാഷകൾ സംസാരിക്കും. ബൈബിളിൽ അങ്ങനെ പറഞ്ഞത്, ആത്മാവ് നിറഞ്ഞവൻ അന്യഭാഷകൾ സംസാരിച്ചെന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് നിറയാത്തവരല്ലേ അന്യഭാഷകൾ സംസാരിക്കാതെ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ബ്രദറുകാരൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. കത്തോലിക്കക്കാരുടെ ഭാഗം, കത്തോലിക്കക്കാർക്ക് ഇപ്പൊ അന്യഭാഷ ഉണ്ടെന്നാ പറയുന്നത്. ബ്രദറുകാര് ഹല്ലേലൂയ സ്തോത്രം, അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ അന്യഭാഷ സംസാരിക്കണം. അവര് ആദിമ നൂറ്റാണ്ടുകാരാ, അവിടെ ഉള്ളെന്ന് അവർ പഠിച്ചിട്ടിരിക്കുന്നവരാ. ഈ നൂറ്റാണ്ടുകാരേ അല്ല. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ ഉള്ളെന്ന് അവർ വിശ്വസിക്കുന്നവരാ. ഇപ്പൊ പറയുന്ന ഒന്നും അന്യഭാഷയല്ല എന്ന് അവര് പറയുന്നത്. ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്ക് ഇന്ന് നിന്നിട്ടില്ല, ഞങ്ങളുടെ നിത്യത്വമില്ല, ഞങ്ങൾ സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് തന്ന അംഗീകാരത്തോട് തന്നെ ഞങ്ങൾ സംസാരിക്കും. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇനി ബുദ്ധിജീവികള് ചോദിക്കും, യേശു അന്യഭാഷ സംസാരിച്ചു. അവിടെ ഇത്രയും ചെയ്യാമെങ്കിൽ യേശു അന്യഭാഷ സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാ. യേശു അന്യഭാഷ സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന. യേശു ദാഹിച്ചു, യേശുവിന് വിശന്നു, യേശു ഭക്ഷണം കഴിച്ചു, യേശു ആത്മാവിൽ ആനന്ദിച്ചു, യേശു കരഞ്ഞു, യേശു ദുഃഖിച്ചു. ഇതെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ അവിടെ മനുഷ്യനായി പിറന്നവൻ പരിശുദ്ധാത്മാവ് എന്നാൽ അന്യഭാഷ സംസാരിക്കത്തില്ലേ? അതുകൊണ്ട് എൻ്റെ കർത്താവ് അന്യഭാഷ സംസാരിച്ചുവെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ കർത്താവ് അന്യഭാഷ സംസാരിച്ചവനാണ്, അവൻ രോഗം ശീലിച്ചവനാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് ഏറ്റെടുത്തത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയത്തില്ല സഹോദര. അപ്പോൾ യേശു ആത്മാവ് നിറഞ്ഞു. അടുത്തത്, ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ദുഃഖിച്ചു. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11:33 കാണുന്നു, യേശു പരിശുദ്ധാത്മാവിൽ ദുഃഖിച്ചു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. സ്തോത്രം. ആത്മാവിനുള്ളവന് മാത്രമേ ഉള്ളത്തിൽ വിങ്ങൽ വരുത്തുള്ളൂ. യേശു ആത്മാവിൽ ദുഃഖിച്ചു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. അടുത്തത് ലൂക്കോസ് 10:21. ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ആനന്ദിക്കുക. യേശു കർത്താവ് ചിരിച്ചതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ, നമ്മൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു, പെട്ടെന്ന് അത് നമ്മുടെ കരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നിരാശ പിടിച്ചവനെ പോലെ ഇരിക്കുകയല്ല, നമ്മൾ ആനന്ദിക്കും. ഹൃദയത്തിനകത്ത് സന്തോഷം വന്നാൽ അത് പുറത്ത് പ്രകടനമാകും. ദൈവ ആത്മാവിൽ ആനന്ദിച്ചപ്പോൾ അത് പുറത്ത് പ്രകടമായില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ഒരു ആനന്ദം വരും. അവൻ എപ്പോഴും കരയാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ കരയാം. അപ്പൊ കരയാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ കരയും. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിൽ ചിരിച്ചിട്ടുണ്ട്. എൻ്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ ഞാനത് ചെയ്തു. അത് എൻ്റെ അനുഭവമാണ്. അതൊരു തെറ്റല്ല. ഞാൻ ആത്മാവ് നിറഞ്ഞു. ആത്മാവ് കരയാൻ മാത്രമേ ഉള്ള ആത്മാവാണോ? ആത്മാവ് സന്തോഷിക്കുവാനും അല്ലെങ്കിൽ ദുഃഖിതരോടുകൂടെ ദുഃഖത്തിൽ പങ്കുചേരുവാനുമുള്ളതാണ്. യേശു കർത്താവ് ദുഃഖിച്ചു. എന്തിനാ യേശു കർത്താവ് ആത്മാവ് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? റോമർക്കെഴുതിയ ലേഖനത്തിൽ ആത്മാവ് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവിടെ ആനന്ദിച്ചു. ഇത് മാത്രം നമുക്ക് പിടിത്താവല്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി,
എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വേലക്കാരെ, ഈ മെസ്സേജ് വീണ്ടും കേൾക്കാൻ ഒത്തിരി പേരുണ്ടാകാം. അവരോട് ഞാൻ പറയുകയാണ്, ലൈവിൽ വന്ന ഈ കുറച്ച് ഐ കോണ്ടാക്ട് മാത്രമല്ല, കുറേ പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുക, കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മളിൽ സന്തോഷം വരുമെന്ന്. സന്തോഷത്തിന്റെ കണ്ണുനീര് ഒരുപക്ഷെ വരാം, ദുഃഖത്തിന്റെ വരുത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്ന് ആത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിയാകട്ടെ. ഇന്ന് രാത്രി നീ ആത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിയാകട്ടെ. എന്റെ ജീവിതത്തിൽ നടന്നു, ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗ്ഗം എന്നെ അഭിഷേകം ചെയ്താണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലാണ് ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ദൈവം അഭിഷേകം പകർന്നത് ദുഃഖത്തിലേക്ക് പോകാനല്ല, ആനന്ദിക്കുവാനാ. എന്തിനാണ്? ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ ആനന്ദിക്കാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ചിരി ഒരു മത്സരമായിട്ട് ഈ ശുശ്രൂഷ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഇത്. അത് പരിശുദ്ധാത്മാവിന്റെ ഫലപ്രവൃത്തിയാണ്. ചിലവർക്ക് അത് ഉണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മാവിൽ ചിരിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, ആനന്ദിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം ആനന്ദിച്ചപ്പോൾ എൻ്റെ മുഖത്തത് തെളിഞ്ഞു, എൻ്റെ വായകൾ ചലിച്ചു, എൻ്റെ നാവ് ചലിച്ചു. ഞാൻ കുറ്റക്കാരനല്ല. ഇത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു പരിധിയായി കാണുന്നുണ്ടാവും, അല്ലെ ഒരു പരിമിതി വരെ ആക്കി വെക്കുന്നുണ്ട്. ഒന്ന് പ്രിയാക്കി കൊടുക്കാൻ ശരിയാണ്. നിന്റെ ദേഹം, ദേഹ്യാത്മാവ് പരിശുദ്ധാത്മാവിനൊന്ന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ തയ്യാറാക്കണം. പരിശുദ്ധാത്മാവ് നിന്നിൽ പൂർണ്ണമായി പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തെ പൂർണ്ണമായി പ്രവർത്തിക്കും. നിന്റെ കണ്ണുകൾ, നിന്റെ നാവിനെ, നിന്റെ കാതിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ കാലുകളെ, ശരീര അവയവങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആമേൻ പറയാം, സ്തോത്രം പറയാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി പരിശുദ്ധാത്മാവിൽ വേണേ കുളിക്കുകയും ചെയ്യാം. അയ്യോ, ഇനി അതൊരു വിവാദമാക്കിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ ആത്മമണ്ഡലത്തിലാകണം പ്രിയപ്പെട്ടവർ. ആത്മാവ് നയിക്കണം. യേശുവിന്റെ നാമത്തെ ആത്മാവ് നയിക്കപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മുടെ നടത്തെയെല്ലാം പരിശുദ്ധാത്മാവിൽ നടത്താൻ കഴിഞ്ഞെങ്കിൽ അവനാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതൽ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത്, ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ തന്നെത്താൻ അർപ്പിച്ചു. രണ്ട് വചനോട് പറഞ്ഞ് ഈ വേദവാക്യം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ എത്രയധികം നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഇവിടെ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ തന്നെത്താൻ അർപ്പിച്ചു. എന്തിന്? ദൈവത്തെ ആരാധിക്കുവാൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഒരു വചനോട് വായിച്ച് നമ്മൾ നിർത്തുകയാണ് വേദവാക്യം. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു. വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1:4, 1 പത്രോസ് 3:18 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഇന്ന് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പരിശുദ്ധാത്മാവിനാലാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 11-ാമത്തെ വാക്യം കൂടി വായിക്കാം.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുക. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു ഉയർപ്പ് വേണം. ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക മേഖലയിൽ ഒരു ഉയർപ്പ് വേണമെങ്കിൽ ദൈവം ദാനമായി നൽകുന്ന, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. അത് പ്രാപിക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനകത്തൊരു ഉയർപ്പ് വെളിപ്പെടും. പടിപടിയായ ഒരു ഉയർച്ച വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ കുടുംബ ജീവിതത്തിനകത്ത് താളം തെറ്റിക്കിടക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ആ ഈവിൽ സ്പിരിറ്റിന്റെ മേൽ മരണ പുനരുദ്ധാനത്തിന്റെ യോദ്ധാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ആ പുനരുദ്ധാന ശക്തി ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവ മഹത്വത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എന്ന അഭിഷേകം കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ ദൈവകൃപ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്ന, നിന്റെ ഉള്ളിനകത്ത് വെളിപ്പെട്ട ഹല്ലേലൂയ ആ അഭിഷേകം നിന്റെ ശരീര ദേഹിയിൽ പ്രവർത്തിക്കുന്ന ഈവിലിന്റെ അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റിന്റെ എല്ലാ വാദങ്ങളുടെ മേലും ഇന്ന് രാത്രിയിൽ യേശുവിൽ നിന്ന് ഒരു ശക്തി പുറപ്പെടുകയാണ്. ഓ ഹോളി സ്പിരിറ്റ് വ്യാപരിക്കട്ടെ, ഒരു വിടുതല വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, എല്ലാ കൈവിഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഓ അടുത്തത് 1 പത്രോസ് 3:18 കാണുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ജീവിപ്പിക്കുന്ന കർത്താവ്, ആത്മാവിൽ ജീവിപ്പിക്കുന്ന ദൈവകൃപ മറിയയുടെ മേൽ വെളിപ്പെട്ട അത്യുന്നതന്റെ ആ ശക്തി ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ ഇന്ന് പറഞ്ഞ ദൈവവചനത്തെ ഒന്ന് ഓടിച്ചു നമുക്ക് നോക്കാം. 1, ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ എന്തായി ജനിക്കുവാനിടയായി. 2, ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായി. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു. ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പ്രസംഗിച്ചു. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ അത്ഭുതം ചെയ്തു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ നടന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ദുഃഖിച്ചു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ തന്റെ ജീവനെ വെച്ചു കൊടുത്തു. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരുവാൻ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുവാൻ മറിയയുടെ മുമ്പിൽ ദൂതൻ നിന്ന് പറഞ്ഞതുപോലെ, ദൂതൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറയുക, നിന്റെ മേൽ കൃപ ലഭിച്ചു. ഒരു അസാധാരണമായ ദൈവ പ്രവൃത്തി ചെയ്യുക. വെള്ളപ്പാണ്ടുപോലെ ശരീരഭാഗങ്ങളിൽ ചില അടയാളം വരുന്ന സ്കിന്നിന്റെ മേൽ കിടക്കുന്ന
എല്ലാ രോഗത്തിന്റെ മേൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ സൗഖ്യം കൽപ്പിക്കുക. ഈ ദൈവവചനം നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം തന്നോട് കൂടെ ഇരുന്ന് പിശാചു ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കി നന്മ ചെയ്തുകൊണ്ട് പിശാചു ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ അഭിഷേകത്തിന്റെ തൈലം ചില പ്രിയപ്പെട്ടവരുടെ മേൽ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവേ, ഓ നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവേ, സകല വചനത്തിലും സകല സത്യത്തിലും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവേ, നമുക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഇരുളിനെ തോൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ബന്ധനത്തെ അഴിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുക. ഓ ഈ പവർ 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 വ്യാപരിക്കട്ടെ. ഓ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൽ മേലും എന്റെ ആത്മാവിനെ പകരും. ഓ ഇന്ന് രാത്രി വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പറയേ, ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ എന്റെ മേലുണ്ട്, ആ കൃപകൾ എന്റെ മേൽ ജ്വലിക്കട്ടെ. തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ എന്റെ കൈവെപ്പിനാൽ ലഭിച്ച കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കുക. മുൻകാലങ്ങളിലുള്ള പ്രവചനത്തിനൊത്തവണ്ണം നീ എഴുന്നേൽക്കുക. ഇന്ന് രാത്രിയിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം, ഓ നിന്നെ പിടിപ്പിക്കുന്ന അഭിഷേകം ആ ആന്തരിക മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഹീലിംഗ് പവർ വ്യാപരിക്കുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഡിസ്ക് ശരീരത്തിന്റെ ഡിസ്കിന്മേൽ ദൈവത്തിന്റെ പവർ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ നരിയാണുകൾ ഉറയ്ക്കുന്നത് പോലെ കാലുകളുടെ ഞരമ്പുകൾ ചുരുണ്ടുകയറുന്ന അനുഭവത്തെ ദൈവം ഹീലിംഗ് ചെയ്യുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ സകല രോഗത്തിന് മേലും സകല ബന്ധനത്തിന് മേലും എല്ലാ ഈവിൽ സ്പിരിറ്റിന്റെ വാദങ്ങള് എല്ലാ നെഗറ്റീവ് എനർജിയുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം. നസ്രേനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത് ദൈവം തന്നോട് കൂടെ ഇരുന്ന് നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ, വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വലിയൊരു അനുഗ്രഹം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓ നമുക്കൊരു നിമിഷോട് പ്രാർത്ഥിക്കാം. രാത്രി വലിയ പവർ വ്യാപിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുടെ സ്ഥലത്ത് തന്നെ ദൈവശക്തി ഇറങ്ങും. കാരാഗ്രഹത്തിലിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇറങ്ങിയെങ്കിൽ ഒരുമയോടെ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ മാളികമുറിയിൽ അഭിഷേകം ഇറങ്ങിയതുപോലെ, ഓ എഫെസോസിൽ അഭിഷേകം ഇറങ്ങിയതുപോലെ, ശമരിയിൽ അഭിഷേകം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവേ ശക്തിയാലെ നിറയ്ക്കണേ നാഥ, ഭക്തരായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരേണ്ട അഭിഷേകം, ഒരു വലിയ ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഓ മകനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ മകനെ മടക്കി തരുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ ചെയ്യുവാ ജയത്തോടെ ജീവിതം, ധാരയിൽ ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറയണേ നാഥ, ശക്തരായി തീരാ
നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങിയ ഈ മൺകൂടാരത്തിൽ ആ ദൈവശക്തി ഇറങ്ങിയ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിന്ന് തെളിയിച്ച ആ കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങിയ കഴിവുള്ള പരനെ ആത്മസന്തോഷം ചേർന്ന് പറയാം. നമുക്ക് ലൈവിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർന്ന് പറയാം. ആത്മസന്തോഷം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. രാത്രി പരിശുദ്ധമാവേ അവിടുത്തെ ദൈവകൃപ ഇന്ന് രാത്രി ഇറങ്ങിവരട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ഓ സ്പൈനൽ കോഡ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കൈകളിൽ വരുന്ന മുഴകൾ പോലുള്ള രോഗം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിൽ രാത്രിയിൽ നിറയപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഹല്ലേലൂയ സൗഖ്യം, ഹല്ലേലൂയ വിടുതൽ, ആമേൻ സ്തോത്രം, പുതുജീവൻ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിനെ ഓ മരിച്ചവരിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഹല്ലേലൂയ ചില മർത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഹല്ലേലൂയ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ രാത്രിയിൽ ഹല്ലേലൂയ ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ചില നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് ഓ പകരുന്നതിനായി സ്തോത്രം. കർത്താവ് ഏറ്റെടുത്തതുപോലെ അത്ഭുതം ചെയ്യുവാൻ, ആമേൻ ഭൂതത്തിന്റെ മേൽ അധികാരം പ്രാപിച്ചതുപോലെ, ആമേൻ സ്തോത്രം സൗഖ്യമാക്കുവാൻ അധികാരം ഏറ്റെടുത്തതുപോലെ ഇന്ന് ചില അധികാര നിയോഗ കൈമാറ്റം പരിശുദ്ധാത്മാവ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളെയും കർത്താവിന് രാത്രിയിൽ മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്ര. ഓ മറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ വെളിപ്പെടുത്തി നൽകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ആ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് വിടുതൽ വെളിപ്പെടുകയാ. ഇന്ന് വ്യക്തമായി പരിശുദ്ധാത്മാ പറയുന്ന ചില ശരീരങ്ങളെ കർത്താവ് വിടുവിച്ചു കൊണ്ടിരിക്കുകയാ. ആമേ ചില മർത്യ ശരീരങ്ങളിൽ ആ ജീവനുള്ള പുനരുദ്ധാന ശക്തി വെളിപ്പെടുകയാ. മരണത്തിൽ നിന്ന് രാത്രി ചിലർ നിത്യജീവനിലേക്ക് പുതുജീവനിലേക്ക് ഓ എഴുന്നേൽപ്പാൻ പോകുകയാ. ഹല്ലേലൂയ. ഷോൾഡർ സംബന്ധമായ എല്ലാ പ്രോബ്ലംസ് നിന്നും രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചില വിടുവിക്കുകയാ. ഹല്ലേലൂയ. നെക്ക് സംബന്ധമായി പോരാടുന്ന എല്ലാ പോർവിളികളും ബെൽറ്റ് ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് കർത്താവ് ഓ വിടുതൽ നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ഇടപെട്ടുകയാ. ആമേ ശരീരം ഒരു സൈഡിലേക്ക് തിരിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ പോവുകയാ.
ഓ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ സഹായം കൂടാതെ കഴിയത്തില്ല. ഇപ്രകാരം ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഓ റീമാനസ്യ ചില മനോദുഃഖങ്ങളെ, ഓ മാനസിക സംഘർഷങ്ങളെ, ഹാലിൽ കാരണം കിട്ടാത്ത ആമേൻ സ്വോത്ര റീസൺ ഇല്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവിക വിടുതൽ വെളിപ്പെടാൻ പോകുക. എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഹാലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുക. ഇത് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകുക. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയതുപോലെ ഹാലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ആത്മാവ് എടുത്തുകൊണ്ടു പോകുന്ന അടുത്ത മണ്ഡലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില ശരീരങ്ങളിൽ മേൽ വിടുതലായി ആമേൻ സ്തോത്രം, സൗഖ്യമായി ആമേൻ സ്തോത്രം, നിറവിന്റെ സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർ ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാനുള്ള സമയമാ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാ. ഇന്ന് ആനന്ദിക്കുവാൻ, ഇന്ന് പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് ആനന്ദിച്ചതുപോലെ ആനന്ദിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് ദൈവം ഒരുക്കുന്ന അവസരമാ. ചില ദുഃഖങ്ങളെ കർത്താവ് മാറ്റുകയാ. ആമേ സ്വോത്രം, പോരാടിക്കൊണ്ട് പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആമേ അസാധാരണമായ ദുഃഖങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുകയാ. ഹല്ലേലൂയ ചില പുനഃപ്രതിഷ്ഠകൾ ദൈവസന്നിധിയിൽ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേ സ്വോത്രം, ചിലർ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ആമേൻ സ്വോത്ര, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, കുരുടർക്ക് കാഴ്ച കൊടുക്കുവാൻ, ഹല്ലേലൂയ. ആമേ ഇന്ന് ലോകത്തിൽ കണ്ണ് കാണുന്നവർ ആമേ കാണേണ്ടത് കാണാതെ നിലനിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കാണേണ്ടത് കാണുവാനുള്ള അഭിഷേകം പകരപ്പെടുകയാണ്. ദൈവാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ഞങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ശോശാമ വർഗീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആന്റി ഹല്ലേലൂയ ടെൻഷനാൽ ഭാരപ്പെടുന്നു. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുമ്പോൾ ആമേൻ സ്വോത്ര, ദാസി അനുഭവിക്കുന്ന ടെൻഷന്റെ കാരണം ഹല്ലേലൂയ ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ദൈവം സകലതും അറിയുന്നു. ആമേൻ. കർത്താവിന്റെ മുമ്പിൽ ഒന്നും മറവല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അദാസി അനുഭവിക്കുന്ന ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സകല നിരാശകളും വിട്ടുമാറട്ടെ. ഒരു നിറവ് അദാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഒരു സന്തോഷം അദാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആ സ്വർഗീയ സമാധാനം വെളിപ്പെടട്ടെ. ആമേൻ സ്തോത്രം. കാരണമില്ലാതെ കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും വിടുതൽ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മനോഭാരത്തെ കർത്താവ് ഇപ്പോൾ നീക്കുകയാ. പ്രിയാന്റി ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചോ. ഇതൊരു വെളിപ്പെടാ ഒരു സമാധാനം ആ ഹൃദയത്തിൽ കർത്താവ് പകരുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദാസിയെ നിങ്ങളുടെ എഴുന്നേൽപ്പാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്നൊരു എഴുന്നേൽപ്പ് നിങ്ങളുടെ കുടുംബത്തിനുണ്ടെന്ന് ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടിരിക്കുന്ന ചില അവസ്ഥകളാ ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആ ദാസി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആ ടെൻഷൻ വിടുവിച്ചതിനായി സ്തോത്രം. വിഷയയുടെ മേൽ അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ജയ സിംഗ് എന്ന് പറയുന്ന ആളോട് പ്രേയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ജയ സിംഗിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്തത് നന്മ ചെയ്യുവാനാണ്, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ പ്രിയ കുടുംബത്തെ വിടിപ്പിക്കണമേ, പ്രിയ മകനെ വിടിപ്പിക്കണമേ, അത്ഭുതം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ശ്യാം എന്ന് പറയുന്ന ബ്രദർ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നല്ലൊരു ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവേ സ്തോത്രം. ശ്യാം പി എസ് സഹോദരനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ലൊരു ജോലി കർത്താവ് കൊടുത്തു മാനിക്കണമേ. ആ സഹോദരൻ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവ് ഒരു വിടുതൽ കൊടുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം, ബലപ്പെടുത്തണം. പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മൾക്കും പരിശുദ്ധാത്മാവിൽ നിറയാം. എന്തിന്? പിശാച് വാദിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കാം, അനേകരെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ നമുക്ക് നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന് ഒത്തവണ്ണം നമുക്ക് എഴുന്നേക്കാം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തു. ശക്തമേറിയ ദൈവിക ദൂത് നടന്നു. ഒരു ദൂത് വ്യക്തമായി എടുത്തു പറയാനുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുന്നത് ഇതുവരെ ആർക്കും അതുപോലെ ലഭിക്കാത്ത ഒരു പദവി നിന്റെ മേൽ തന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്തോ വലിയ ദൈവപ്രവൃത്തി. നീ പരിശുദ്ധാത്മാവ് കരം വെച്ച് പ്രാർത്ഥിക്കുമോ? നിന്റെ കരത്തിനകത്തൂടെ ഒരു ചൂടിന്റെ അനുഭവത്തിലൂടെ വലിയ സൗഖ്യങ്ങൾ അവർക്ക് നടക്കും. പണയിടപാട് മേഖലകളിൽ വലിയ വിടുതലുകൾ കർത്താവ് കൊടുക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ആ ഭവനത്തെ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കട്ടെ. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ബിസിനസ് മേഖലയിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ ദൈവവചനം വ്യക്തമായി ഞാൻ ശുശ്രൂഷിച്ചിരിക്കുന്നു. ഒന്ന്, യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചു. രണ്ട്, യേശു പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായി. യേശു പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടു, ശക്തിയോട് പ്രസംഗിച്ചു, പരിശുദ്ധാത്മാവിൽ അത്ഭുതം ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ ദുഃഖിച്ചു, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു, പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ വെച്ചു കൊടുത്തു. നല്ല ആരാധന വെളിപ്പെടുവാൻ ഹല്ലേലൂയ. ക്രിസ്തു
പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. രാത്രിയിൽ ഈ കേൾപ്പിച്ച നല്ല ദൈവവചനത്തിന് മുമ്പിൽ, തിരുവഴുത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ലൈവിൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവെ അങ്ങ് പകർന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മെസ്സേജ് വീണ്ടും കേൾക്കാൻ പോകുന്ന എല്ലാവരുടെ മേലും ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. ഇത് വലിയൊരു തുടക്കം കുറിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ഈ ഗ്രൂപ്പിനെ, ഈ പേജിനെ കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.